ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഹെൽത്തി ദോശയാണ്. കൊളസ്ട്രോളും ഡയബറ്റിക്സും ഒക്കെ ഉള്ളവർക്ക് കറികളൊന്നും കൂട്ടാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് പൊടിച്ചെടുത്ത 2.5 കപ്പ് ഓട്സ് ആണ്. ഇത് ഒരു പകുതി ക്യാബേജ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു മുട്ട, ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്, കുരുമുളക് പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, മസാലപ്പൊടി, 1 കപ്പ് പാല്, 1 ഗ്ലാസ് വെള്ളം. ആദ്യം നമുക്ക് പാൻ ചൂടാക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്കൊരു 2 നുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം തീ കൂട്ടാണ്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ മാക്സിമം ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം അതിൻ്റെ കളർ രണ്ടും ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുവിധം പാകമായതിനു ശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2.5 കപ്പ് ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാല് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കൊന്നെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത പാലെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാല് കുറച്ചൊഴിച്ചിട്ട് പിന്നെ വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഒരു 1/4 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/4 ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാലും വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി, പാൻ അത്യാവശ്യം ചൂടായതിനു ശേഷം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ക്യാബേജും
സവാള മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ കുറച്ചുകൂടെ ഒരു എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് നല്ല എരിവൊക്കെ ഉള്ള മുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നോർമലി ഉണ്ടാക്കുന്ന ദോശയേക്കാളും കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. വെന്ത് വരാനൊക്കെ ആയിട്ട് കുറച്ച് സമയം പിടിക്കും. അതുപോലെ നമുക്ക് ആ ദോശയുടെ അത്രയും കനം കുറച്ച് ചെയ്തെടുക്കാനും പറ്റത്തില്ല ഇത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എരിവിൻ്റെ അളവ് കുറച്ച് കുറച്ചാൽ മതിയാവും. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓട്സൊക്കെ ഡെയിലി കാച്ചി കുടിക്കുന്നവർക്ക് ഇങ്ങനെ ദോശയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ ദോശയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.